ഈ ശശി തരൂര് എന്താണ് സംഭവം? ഈ പുകയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പുക എന്ന് പറഞ്ഞപ്പോൾ ഡൽഹി ഓർമ്മിച്ചാൽ പുകഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശശി തരൂരിനെ ഓർമ്മിക്കും അല്ലേ? പുകഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. BJP നേതാവ് LK അദ്വാനിയെ പ്രശംസിച്ചതാണ് ഏറ്റവും ഒടുവിൽ ശശി തരൂർ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയത്. LK അദ്വാനിയെ ശശി തരൂർ MP പുകഴ്ത്തിയതിന് പിന്നാലെ വീണ്ടും വിവാദമായതിന് പിന്നാലെ ശശി തരൂർ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. വിശദീകരണ പ്രസ്താവന അതിനേക്കാൾ കുഴപ്പമായി. അതിനകത്ത് നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും ഇകഴ്ത്തിയതിൽ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയാണുള്ളത്. ചൈനയിൽ നിന്നുള്ള തിരിച്ചടി കൊണ്ട് മാത്രം നെഹ്റുവിനെയും അടിയന്തരാവസ്ഥ കൊണ്ട് മാത്രം ഇന്ദിരാഗാന്ധിയെയും വിലയിരുത്താനാകില്ലെന്നും അദ്വാനിയോടും അതേ മര്യാദ കാണിക്കണമെന്നുമാണ് തരൂരിന്റെ വിശദീകരണം. അതേസമയം തരൂരിന്റെ പ്രസ്താവനകളോട് കൂടുതൽ പ്രതികരണം ആവശ്യമില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. പിയാസുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാസുനിൽ, ഈ ശശി തരൂര് ഈ രണ്ടാമത് വിശദീകരിച്ച് വീണ്ടും കുഴപ്പത്തിലായോ? കാരണം LK അദ്വാനി ചെയ്തത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും തിരിച്ചു വായിക്കാമല്ലോ. LK അദ്വാനി ചെയ്തത് എന്താ? അത് നെഹ്റു ചൈനയുടെ യുദ്ധത്തിൽ 1962 പരാജയപ്പെടുന്നതിനിടയായ സാഹചര്യത്തിന് നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെയും അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നത് പോലെയുമാണ് ഇന്ത്യയെ വർഗീയമായി വേർതിരിക്കാനുള്ള, അതാണല്ലോ പ്രതിപക്ഷം കോൺഗ്രസും പറയുന്നത്, LK അദ്വാനി ചെയ്ത കുറ്റം. ഇതിനെ എങ്ങനെയാണ് സാമ്യപ്പെടുത്താൻ പറ്റുക? നെഹ്റു ഇന്ദിരയും എവിടെ നിൽക്കുന്നു? LK അദ്വാനിയുടെ രഥയാത്ര എവിടെ നിൽക്കുന്നു? ഇതിനെ ശശി തരൂർ സമീകരിക്കുന്നത് വഴി കൂടുതൽ കുഴപ്പത്തിലേക്കല്ലേ പോയത്? അരുൺ, ഞാൻ സുപ്രീം കോടതി അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെയുടെ ട്വീറ്റ് വായിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് വിഷവിത്തുക്കൾ വിതറുന്നത് പൊതുസേവനമല്ല എന്നാണ് ശശി തരൂരിന്റെ ട്വീറ്റിന് മറുപടിയായി സുപ്രീം കോടതി അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെ പറഞ്ഞത്. ഏതായാലും അദ്വാനിയെ സ്തുതിച്ചുകൊണ്ട് ശശി തരൂർ നടത്തിയ ഈ ഒരു പ്രസ്താവന വലിയ വിവാദമായി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത്. കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായി ശശി തരൂർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തുടരെ ആവർത്തിക്കുകയാണ്. ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്നത് ശശി തരൂരിന്റെ ഇത്തരം പ്രസ്താവനകളോടൊക്കെ തന്നെ ഒരു അകലം പാലിച്ചു നിൽക്കുക, ശശി തരൂരിനോട് കൂടുതൽ പ്രതികരിക്കേണ്ടതില്ല. കാരണം ശശി തരൂരിന്റെ ഉദ്ദേശം മറ്റ് ചിലതാണ് എന്നൊക്കെ കോൺഗ്രസിലെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശശി തരൂർ പുറത്തു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, ഏതായാലും ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു ശക്തമായ നടപടി ഇപ്പോൾ സ്വീകരിക്കേണ്ട സാഹചര്യമില്ല എന്നുകൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയാണ്. ഏതായാലും LK അദ്വാനിയെ സംബന്ധിച്ച് ഇപ്പോൾ ശശി തരൂർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് കോൺഗ്രസ് വളരെ ശക്തമായി പറയുന്നുണ്ട്. ഏതായാലും ഈ ആധുനിക ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ വളരെ മഹത്തരമായ പങ്കുവഹിച്ച വ്യക്തിയാണ് LK അദ്വാനി എന്നൊക്കെയാണ് ശശി തരൂർ പറഞ്ഞത്. അതുകൊണ്ട് ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം LK അദ്വാനിയെ വിലയിരുത്താൻ കഴിയില്ല എന്ന് ശശി തരൂർ പറയുമ്പോൾ ആ സംഭവം എത്രത്തോളം ഇന്ത്യൻ മതേതര മൂല്യങ്ങൾക്ക് വലിയ ആഘാതമുണ്ടാക്കി, ഇന്ത്യൻ മതേതര മൂല്യങ്ങളെ തകർത്ത ഒരു സാഹചര്യമൊക്കെ തന്നെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, അതൊരു ചരിത്രമാണ്. ഏതായാലും ശശി തരൂർ അത് മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനം കോൺഗ്രസിനകത്ത് ശക്തമാണ്. പക്ഷേ അപ്പോഴും പരസ്യ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ഓക്കെ, താങ്ക് യു പിയാസുനിൽ. പരമപവിത്രം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുടനെ വരും ശശി തരൂരിന്റെ വകയായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുമോ? ഈ സാഹചര്യത്തിൽ കാത്തിരുന്ന് കാണാം.